ഒരു പെൺപുലിയുടെ ശൗര്യത്തോടെ ഫാത്തിമ സംസാരിക്കുകയാണ്. ഞങ്ങൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിച്ചു, അവൻ്റെ റസൂലിലും വിശ്വസിച്ചു, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലും വിശ്വസിച്ചു. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, ഞങ്ങളെ കൊന്നുകളഞ്ഞാലും വിശ്വാസം ഞങ്ങൾ കൈവിടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. കൈകൾ തളർന്നു. ചെയ്തതെല്ലാം തെറ്റായിപ്പോയി എന്ന തോന്നൽ മനസ്സിൽ കരുണയുടെ ഉറവ ഒഴുകാൻ തുടങ്ങി. കോപം അകന്നുപോയി. ശിരസ് കുനിഞ്ഞു. ഇവർ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് തനിക്കും കേൾക്കണം. കേൾപ്പിച്ചു തരുമോ? നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏട് എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാനൊന്ന് കാണട്ടെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിന്തിച്ചത് ഇപ്രകാരമായിരുന്നു. ഏട് ചോദിച്ചത് കീറിക്കളയാനായിരിക്കുമോ? വീണ്ടും ചോദിച്ചാൽ കുളിച്ച് ശുദ്ധിയായി വരാൻ പറയാം. ഉമർ റളിയല്ലാഹു വീണ്ടും ചോദിച്ചു. വളരെ താഴ്മയോടെയാണ് ചോദിച്ചത്. കുളിച്ച് ശുദ്ധിയായി വരാൻ ആവശ്യപ്പെട്ടു. മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുകയാണ്. തലയിൽ തണുത്ത വെള്ളം വീണപ്പോൾ കോപത്തിൻ്റെയും രോഷത്തിൻ്റെയും അംശങ്ങൾ എല്ലാം ഒഴുകിപ്പോയി. കുളിച്ചു വന്നത് മറ്റൊരു ഉമറായിരുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു രംഗത്ത് വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹു ഏട് നൽകി. ഉമറിൻ്റെ കണ്ണുകൾ അക്ഷരങ്ങളിൽ പതിഞ്ഞ സ്വരത്തിൽ പാരായണം ചെയ്തു. എത്ര നല്ല വചനങ്ങൾ, എത്ര മഹത്തായ വചനങ്ങൾ! ഉമർ റളിയല്ലാഹു അൻഹു പിന്നെയും പാരായണം ചെയ്യാൻ തുടങ്ങി. ഓരോ വചനങ്ങൾ വായിക്കുമ്പോഴും ഉമറിൻ്റെ മനസ്സിളകി മറയാൻ